ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഈ വരുന്ന സാറ്റർഡേ നമ്മളെല്ലാവരും ട്രിപ്പിന് പോവാണ്. സോറി, നമ്മളല്ല, നിങ്ങള്. അതെന്താ ടീച്ചർ വരാത്തെ? എന്റെ എൻഗേജ്മെന്റ് ആണ് മൺഡേ. എല്ലാരും ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടക്കണേ? അത് ഞങ്ങളാരും ടൂർ പോകണല്ലോ ടീച്ചറെ. അതെന്താടോ? അതിപ്പോ ടീച്ചർ ഇല്ലെങ്കിൽ ഞങ്ങളും ഇല്ല. അതെ, നിങ്ങളോട് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ എൻഗേജ്മെന്റ് അത് വീട്ടുകാരുടെ സമ്മതത്തോടുകൂടിയൊന്നും അല്ല. ഞാനും രാഹുലും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, പിന്നെ ഒരേ നാട്ടുകാരും. 5 വർഷത്തെ പ്രണയ. 2 വീട്ടുകാർക്കും ഒരേപോലെ എതിർപ്പായിരുന്നു. വേറെ വേറെ മതം, സോഷ്യൽ സ്റ്റാറ്റസ്, പണം, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഭീഷണിയും മർദ്ദനവും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിന്നു. എനിക്കും രാഹുലിനും സപ്പോർട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ പ്രണയമാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ രാഹുലിനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറ. അത് ടീച്ചർ പറഞ്ഞ തന്നെയാണ് ശരി. പക്ഷേ വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കുഴപ്പമില്ല. ഞാനൊരു കോൾ ചെയ്തോട്ടെ? ഞാൻ വരാം. പക്ഷേ ഫൈനൽ എക്സാമിന് നിങ്ങളെല്ലാവരും പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാനും. നീയോ? ഞങ്ങളും. ഓക്കെ, താങ്ക് യു. ഓക്കെ ടീച്ചർ. നീ പഠിക്കൂ. എന്താ പൊളിക്കല്ല, ഇനി ഒരാളും കൂടെ വന്നാ മതി. പിന്നെ പൊളിക്കല്ലേ? ഇനി ആര് വരാനാണ്? ഇനി ആരാണ്? ഇനി സോജേഷും കൂടെ വന്നാ പൊരിക്കും. നീ എന്താണ് സോജേഷൻ അഭിനയത്? മാത്രല്ലോ. ആ ശരിയാ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. അതെ, നീ അവന്റെ ഒപ്പം പോകും. നമുക്ക് പോവാം. നീ അവിടെ നിന്നോ. പരീക്ഷ എടുക്കാറായി. നിങ്ങളുടെ ക്ലാസ് മിസ്സാവരുത്. അതുകൊണ്ടാണ് നിങ്ങൾ എൻഗേജ്മെന്റിന് ക്ഷണിക്കാത്തത്. ഈ വരുന്ന ഫൈനൽ എക്സാമിൽ നിങ്ങളെല്ലാവരും പാസ്സായില്ലെങ്കിൽ നിങ്ങളെക്കാൾ ഏറെ പ്രശ്നം എനിക്കാ, അറിയാലോ? ശരിക്കും പഠിക്കാൻ ടീച്ചറേ. ടീച്ചർ ടീച്ചർ ഞങ്ങൾ 5 പേരും എന്താ പറയാ, ഞങ്ങളുടെ ബർത്ത്ഡേ ഓർക്കാറ് പോലുമില്ല. ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ടീച്ചർ തന്ന സർപ്രൈസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. താങ്ക്സ്. അതിനിപ്പോൾ എന്തിനാ താങ്ക്സ് പറയുന്നത്? നിങ്ങളെല്ലാവരും എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് അല്ലേ? നിങ്ങൾ ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികളാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുള്ള കഴിവും പ്രാപ്തിയും എല്ലാം നിങ്ങൾക്കുണ്ട്. ഞാൻ തിരിച്ചു വരട്ടെ. ഫൈനൽ എക്സാം നമുക്ക് തകർക്കണം. നിങ്ങളെല്ലാവരും അറിയും. ഈ ഗേൾസിനെ സംബന്ധിച്ചോളം ഇപ്രാവശ്യം പരീക്ഷയിൽ ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. അതുറപ്പാ. അവന്മാര് വിളിച്ചായിരുന്നോ? There is an announcement, please. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് ഞാൻ അറിയിക്കുന്നത്. നമുക്കേവർക്കും പ്രിയപ്പെട്ട ആനി ടീച്ചർ മരണപ്പെട്ടിരിക്കുന്നു.
ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തലയിൽ ആഴത്തിലേറ്റ മുറിവുകളും ക്രൂരമായ പീഡനം മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. കുറ്റവാളി എന്ന് സംശയിക്കുന്ന തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയായ ശിവയ്ക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ഹലോ കാര്യം അറിഞ്ഞോ? ആടാ, ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു. എടാ നമ്മൾ എന്താടാ ചെയ്യാ? ഒരു കാര്യം ചെയ്യ്, നീ മണിയാശന്റെ അടുത്തേക്ക് വാ. അവരെല്ലാം അവിടെ ഉണ്ടാവും. ആ വേഗം വാ. കൊന്നാളഞ്ഞാളാ വെറുതെ അതെടാ, അവനെ കൊല്ലണം. ഇഞ്ചിഞ്ചായവനെ വേദന അറിയണം. എടാ, പോലീസ് നോക്കുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്ത് പറഞ്ഞു മനസ്സിലാക്കിയ കുരുക്കുകളൊക്കെ കൊല്ലണമെങ്കിൽ അവനൊക്കെ നിന്റെ മടിയില വന്നിരിക്കണേ. അവനെ കൊല്ലണമെങ്കിൽ അവന്റെ നാട്ടിൽ പോണം, അവന്റെ ഗള്ളിൽ പോണം. ഇവിടെ പോലീസിന് പെട്ടെന്ന് ഒരു കോപ്പം ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂട്ടിയ കൂടു നീയൊക്കെ മറന്നോടാ ടീച്ചർ നമ്മുടെ ആരായിരുന്നു. നിനക്ക് പേടിയാണെങ്കിൽ പറ, എനിക്ക് അവനെ കൊല്ലണം. പട്ടിയെ കൊല്ലണ പോലെ ഞാൻ അവനെ കൊല്ലും. മണിയണ്ണം പറഞ്ഞാലും ശരി, അവനെ കൊല്ലണമെങ്കിൽ അവന്റെ നാട്ടിൽ തന്നെ പോണം. ടീച്ചറോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീയൊക്കെ എന്റെ കൂടെ വേണം. മണിയാശ പറയടാ. ഞാനുണ്ടാ കൂടെ. ഞാനും വരും. ഞാൻ വരും. നമ്മുടെ ടീച്ചറെ കൊന്നവനെ പോലീസ് പിടിച്ചു. ടി വിയിലുണ്ട്. എന്തായാലും പ്രതിയെ പോലീസ് പിടിച്ചല്ലോ. ഇനിയിപ്പോൾ ബാക്കി പോലീസും കൂടത്തേക്ക് നോക്കോളൂ. ടീച്ചറിന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് നമ്മളാ. ടീച്ചർ അവസാനമായിട്ട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ആ, നമ്മൾ പഠിക്കണോടാ, പഠിക്കണം. ഏറ്റവും നല്ല രീതിയിൽ സ്കൂളിൽ നിന്ന് പാസ്സാവണം. അത് മാത്രം നമുക്ക് ടീച്ചർക്ക് വേണ്ടി ചെയ്യണം. അത് നമ്മൾ ചെയ്യണം. പഠിക്കണോടാ, പഠിച്ചേ പറ്റൂ. കലാകാരന്മാരും യാഥാർത്ഥ്യവാദങ്ങളും മാനവികതയും അവർ ആശയങ്ങളും വീക്ഷണങ്ങളും പുസ്തകം, വാസ്തുശില്പം, പുസ്തകം, കല എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ അത് അതിശയകരമായ വിധത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. വാസിത്, വാട്ട് യു മീൻ ബൈ റെനസാൻസ്? Renaissance is the revival of European arts and literature under the influence of classical dance in the 16th century. വെരി ഗുഡ്, താങ്ക് യു സർ. പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ മോഡൽ എക്സാം വരികയാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ശരി. വിഷ്ണു അത് ഞാനല്ലടാ, മറ്റേ കുറേ ഇഷ്ടമുണ്ടല്ലേ. തീരുമാനമില്ല. വാ വാ വാ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ അതെ, പക്ഷെ ഒരു സങ്കടേ കാണാൻ ആനി ടീച്ചറില്ലാതെ. അതെ അതെ, ആ പാവ ആനി ടീച്ചർ കാരണം ആ പിള്ളേർക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാ മാറ്റം. നമ്മുടെ സ്കൂളിൽ ലോ ഗ്രേഡ് കിടന്ന പിള്ളേരാ ഇപ്പൊ ടോപ്പ് ഗ്രേഡ് ആയ. അതിന്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് ആ ടീച്ചർക്ക് തന്നെയാണ്. പാവം ഇപ്പോ സന്തോഷം. ഇന്നലത്തെ ന്യൂസ് കണ്ടപ്പോഴേ ഒരു സമാധാനമായ. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അത് നമ്മൾ അന്വേഷിച്ച ആ ആളില്ലേ, ആ കുട്ടി,
അത് ബാമയാ. ബാമേ? ആ, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ബാമയില്ലേ? പിന്നെ ആടാ അവളാ. ബാമ വരുന്നു, ബാമ വരുന്നു. ഇങ്ങോട്ടാണല്ലോ നോക്കണേ. എടാ, ഇത്രയും കാലം ഞാനായിട്ട് ചെന്ന് പറയാൻ അവള് വെയിറ്റ് ചെയ്തോണ്ടിരുന്നേ. ഇന്നെങ്കിലും എനിക്ക് പറയണോളിയാ. പറഞ്ഞാൽ മതിയായിരുന്നു. എന്താന്ന് നമ്മുടെ ടീച്ചറെ കൊന്നവന്റെ അവന് ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പീല് പോയിട്ടല്ലേ ഉള്ളൂ, നാളെയല്ലേ വിധി. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ വേറെ കാര്യമുണ്ട്, ഏത് കോടതിയിൽ പോയാലും അവന് തൂക്കുകാര് തന്നെ, അതിലൊരു സംശയം വേണ്ട. നീ എന്തായാലും അവളോട് ഇങ്ങനെ പറയണ്ടേ, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എനിക്ക് ആ സമയത്ത് ആകെ ടെൻഷനായി പോയി. എന്താ പറയേണ്ടതെന്നോളും തോന്നിയില്ല. ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും മാക്സിമം പോസിറ്റീവായിട്ടിരിക്കും. നാളെ കഴിഞ്ഞാൽ ഫൈനൽ എക്സാം അല്ലേ, ഞാനതന്നെ പഠിക്കാൻ പോവാം. എടാ ഞാനത് പറയണേ, നിങ്ങളിനി വരെയൊക്കെ പഠിക്കാൻ നോക്ക്. ടീച്ചർക്ക് അതൊക്കെ ഒരു സന്തോഷമായിരിക്കണം, പഠിച്ചു നിന്നിട്ട് പാസ്സാവും. ബാക്കിയുള്ള കേസല്ലേ നമുക്ക് നോക്കണം. ഞാനുണ്ടാ ഇതുണ്ട്. ആ എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? നന്നായിരുന്നോ? ഇനി ഇവിടുന്ന് പോയാൽ ഞങ്ങളൊക്കെ ഓർക്കുവോ? എവിടെ ഓർക്കാൻ? ഞങ്ങൾ പലതരം ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ? പക്ഷെ നിങ്ങളാണ് ശരിക്കും ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഇത് കണ്ടോ, ആനി ടീച്ചറെ കൊന്നവൻ ജയിൽ ചാടിയിരുന്നു. എനിക്കറിയില്ല ലക്ഷ്മി, അവനൊരു ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയണത്. എന്നെ ഇപ്പൊ വിഷ്ണുവിന്റെ അമ്മ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവരെല്ലാവരും ഉണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും പരീക്ഷയൊക്കെ കഴിഞ്ഞതല്ലേ, അതുമല്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ, എന്ത് ചെയ്യാൻ പറ്റും?